CRPCയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ പേരിലുള്ള കുറ്റം എന്താണെന്ന് അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 50. CRPCയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ പേരിലുള്ള കുറ്റം എന്താണെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 50. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടൊരാളെ മതിയായ സെക്യൂരിറ്റി നൽകി ജാമ്യത്തിനുള്ള അർഹതയെപ്പറ്റി അറിയിക്കണം എന്നത് CRPCയിലെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 50 ക്ലോസ് 2. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടൊരാളെ മതിയായ സെക്യൂരിറ്റി നൽകി ജാമ്യത്തിനുള്ള അർഹതയെപ്പറ്റി അറിയിക്കണം എന്നത് CRPCയിലെ സെക്ഷൻ 50 ക്ലോസ് 2 വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്. CRPC 51 വകുപ്പിൽ എന്തിനെ പറ്റിയാണ് വിശദീകരിച്ചിരിക്കുന്നത്? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ പരിശോധന. CRPC 51 വകുപ്പിൽ എന്തിനെ പറ്റിയാണ് വിശദീകരിച്ചിരിക്കുന്നത്? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ പരിശോധന. CRPC വകുപ്പ് 54 താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്കുള്ള വൈദ്യപരിശോധന. CRPC വകുപ്പ് 54 താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്കുള്ള വൈദ്യപരിശോധന. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ട് ആ വ്യക്തിക്കോ അയാൾ നിർദ്ദേശിച്ച ആൾക്കോ നൽകണമെന്ന് നിഷ്കർഷിക്കുന്ന CRPC വകുപ്പ്. സെക്ഷൻ 54 ക്ലോസ് 3. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ട് ആ വ്യക്തിക്കോ അയാൾ നിർദ്ദേശിച്ച ആൾക്കോ നൽകണമെന്ന് നിഷ്കർഷിക്കുന്ന CRPC വകുപ്പ്. സെക്ഷൻ 54 ക്ലോസ് C. ഒരു വ്യക്തിക്കുള്ള സമൻസ് പ്രായോഗികമെങ്കിൽ അയാൾക്ക് നേരിട്ട് നൽകാം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന CRPC വകുപ്പേത്? സെക്ഷൻ 62 ക്ലോസ് 2. ഒരു വ്യക്തിയുടെ സമൻസ് പ്രായോഗികമെങ്കിൽ അയാൾക്ക് നേരിട്ട് നൽകാം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന CRPC വകുപ്പ്. സെക്ഷൻ 62 ക്ലോസ് 2. താഴെ പറയുന്നവരിൽ ആർക്കാണ് ഒരു സമൻസ് കോടതി ഉത്തരവ് പ്രകാരം സമൻസ് നൽകേണ്ട വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുക? പോലീസ് ഉദ്യോഗസ്ഥൻ, സമൻസ് ഉത്തരവാക്കിയ കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥൻ, മറ്റേതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. ഉത്തരം ഇവർക്കെല്ലാം. താഴെ പറയുന്നവരിൽ ആർക്കാണ് ഒരു സമൻസ് കോടതി ഉത്തരവ് പ്രകാരം സമൻസ് നൽകേണ്ട വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുക? പോലീസ് ഉദ്യോഗസ്ഥൻ, സമൻസ് ഉത്തരവാക്കിയ കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥൻ, മറ്റേതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. ഇവർക്കെല്ലാം ഒരു സമൻസ് കോടതി ഉത്തരവ് പ്രകാരം സമൻസ് നൽകേണ്ട വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. മാരകായുധവുമായി മനഃപൂർവ്വം മുറിപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറയുന്ന IPCയിലെ വകുപ്പ്. സെക്ഷൻ 324. മാരകായുധവുമായി മനഃപൂർവ്വം മുറിപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറയുന്ന IPCയിലെ വകുപ്പ്. സെക്ഷൻ 324. IPCയിലെ 324 വകുപ്പ് പ്രകാരം ചെയ്യുന്ന കുറ്റത്തിനുള്ള ശിക്ഷ എത്രയാണ്? 3 വർഷം വരെ നീളാവുന്ന തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി. IPC സെക്ഷൻ 324 വകുപ്പ് പ്രകാരം ചെയ്യുന്ന കുറ്റത്തിനുള്ള ശിക്ഷ 3 വർഷം വരെ നീളാവുന്ന തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി. ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നതിനെ പറ്റി പറയുന്ന IPCയിലെ വകുപ്പ്. സെക്ഷൻ 360. ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നതിനെ പറ്റി പറയുന്ന IPCയിലെ വകുപ്പ്. സെക്ഷൻ 360. എത്ര തരം തട്ടിക്കൊണ്ടു പോകലുകളെക്കുറിച്ചാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? 2 തരം. എത്ര തരം തട്ടിക്കൊണ്ടു പോകലുകളെക്കുറിച്ചാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? 2 തരം. IPC സെക്ഷൻ 359 പ്രകാരമുള്ള കുറ്റത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് വിവരം നൽകുന്ന IPCയിലെ വകുപ്പ്. സെക്ഷൻ 363. IPC സെക്ഷൻ 359 പ്രകാരമുള്ള കുറ്റത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് വിവരം നൽകുന്ന IPCയിലെ വകുപ്പ്. സെക്ഷൻ 363. IPC സെക്ഷൻ 363 പ്രകാരം തടവ് ശിക്ഷയുടെ കാലാവധി എത്രയാണ്? 7 വർഷം വരെ. IPC സെക്ഷൻ 363 പ്രകാരം തടവ് ശിക്ഷയുടെ കാലാവധി 7 വർഷം വരെയാണ്. IT ആക്റ്റിൽ സ്വകാര്യതാ ലംഘനത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പേത്? സെക്ഷൻ 66E. IT ആക്റ്റിൽ സ്വകാര്യതാ ലംഘനത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ്. സെക്ഷൻ 66E.
താഴെ പറയുന്നവയിൽ പോലീസിൻ്റെ ചുമതലകൾ ഏതെല്ലാം? പൊതുസ്ഥലങ്ങളിലെ ട്രാഫിക് നിയന്ത്രണം, കസ്റ്റഡിയിലെടുത്തവർക്ക് നിയമാനുസരണമായി സുരക്ഷ നൽകുക, പൊതുജനങ്ങൾക്കിടയിൽ സുരക്ഷിതത്വബോധം ഉറപ്പുവരുത്തുക. താഴെ പറയുന്നവയിൽ പോലീസിൻ്റെ ചുമതലകൾ ഏതെല്ലാം? പൊതുസ്ഥലങ്ങളിലെ ട്രാഫിക് നിയന്ത്രണം, കസ്റ്റഡിയിലെടുത്തവർക്ക് നിയമാനുസരണമായി സുരക്ഷ നൽകുക, പൊതുജനങ്ങൾക്കിടയിൽ സുരക്ഷിതത്വബോധം ഉറപ്പുവരുത്തുക. കേരള പോലീസ് ആക്ടിലെ 14 വകുപ്പ് പ്രകാരം പോലീസ് സേനയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആര്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. കേരള പോലീസ് ആക്ടിലെ 14 വകുപ്പ് പ്രകാരം പോലീസ് സേനയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആര്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. കേരള പോലീസ് ആക്ടിലെ 21 വകുപ്പ് പ്രകാരം രൂപവത്കരിക്കാവുന്ന പ്രത്യേക യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ എന്നിവയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ട്രാഫിക് പോലീസ്, ജുവനൈൽ പോലീസ്, റെയിൽവേ പോലീസ്. കേരള പോലീസ് ആക്ടിലെ 21 വകുപ്പ് പ്രകാരം രൂപവത്കരിക്കാവുന്ന പ്രത്യേക യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ എന്നിവയിൽ ഉൾപ്പെടുന്നത് ട്രാഫിക് പോലീസ്, ജുവനൈൽ പോലീസ്, റെയിൽവേ പോലീസ്. NOPS ആക്ട് 1985 ഏത് വകുപ്പിലാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നത്? സെക്ഷൻ 27. NOPS ആക്ട് 1985 ഏത് വകുപ്പിലാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നത്? സെക്ഷൻ 27. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നത് നിർവചിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? 2F. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നത് നിർവചിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? 2F. പോസ്കോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി വിവരിക്കുന്ന വകുപ്പേത്? സെക്ഷൻ 22. പോസ്കോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി വിവരിക്കുന്ന വകുപ്പേത്? സെക്ഷൻ 22. CRPCയിലെ ഏത് പട്ടികയിലാണ് ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി പറയുന്നത്? 1-ാം പട്ടിക. CRPCയിലെ 1-ാം പട്ടികയിലാണ് ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി പറയുന്നത്. CRPC വകുപ്പ് 2C പ്രകാരം കൊഗ്നിസബിൾ ഒഫൻസ് എന്നാൽ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങൾ. CRPC വകുപ്പ് 2C പ്രകാരം കൊഗ്നിസബിൾ ഒഫൻസ് എന്നാൽ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങൾ. വാറണ്ട് കേസിനെ നിർവചിച്ചിരിക്കുന്ന CRPCയിലെ വകുപ്പേത്? സെക്ഷൻ 2H. വാറണ്ട് കേസിനെ നിർവചിച്ചിരിക്കുന്ന CRPCയിലെ വകുപ്പ് സെക്ഷൻ 2H. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കേണ്ടതും അതിൻ്റെ വിചാരണ നടത്തേണ്ടതും CRPC പ്രകാരമാണെന്ന് പറയുന്ന CRPC വകുപ്പ് സെക്ഷൻ 4. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കേണ്ടതും അതിൻ്റെ വിചാരണ നടത്തേണ്ടതും CRPC പ്രകാരമാണെന്ന് പറയുന്ന CRPC വകുപ്പ് സെക്ഷൻ 4. സ്ത്രീകളെ സൂര്യോദയത്തിനു മുൻപും സൂര്യാസ്തമയത്തിനു ശേഷവും അറസ്റ്റ് ചെയ്യരുത് എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള CRPC വകുപ്പ് സെക്ഷൻ 46 ക്ലോസ് 4. സ്ത്രീകളെ സൂര്യോദയത്തിനു മുൻപും സൂര്യാസ്തമയത്തിനു ശേഷവും അറസ്റ്റ് ചെയ്യരുത് എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള CRPC വകുപ്പ് സെക്ഷൻ 46 ക്ലോസ് 4. അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ ചുമതലകളെക്കുറിച്ച് പറയുന്ന CRPC വകുപ്പ് സെക്ഷൻ 41B. അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ ചുമതലകളെക്കുറിച്ച് പറയുന്ന CRPC വകുപ്പ് സെക്ഷൻ 41B. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന CRPC വകുപ്പ് സെക്ഷൻ 57. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന CRPC വകുപ്പ് സെക്ഷൻ 57. മജിസ്ട്രേറ്റിന് മുന്നിൽ ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുന്നത് CRPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 164. മജിസ്ട്രേറ്റിന് മുന്നിൽ ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുന്നത് CRPCയുടെ 124-ാം സെക്ഷൻ പ്രകാരമാണ്. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഈ നിയമത്തിൻ്റെ ഏത് വകുപ്പിലാണ്? സെക്ഷൻ 8. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഈ നിയമത്തിൻ്റെ ഏത് വകുപ്പിലാണ്? സെക്ഷൻ 8.
തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്നത് വിവരാവകാശ നിയമത്തിൻ്റെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 11. തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്നത് വിവരാവകാശ നിയമത്തിൻ്റെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 11. പൗരന്മാർക്ക് കാര്യക്ഷമമായി പോലീസ് സേവനങ്ങൾ അവകാശമുണ്ട് എന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പേത്? സെക്ഷൻ 7. പൗരന്മാർക്ക് കാര്യക്ഷമമായി പോലീസ് സേവനങ്ങൾ അവകാശമുണ്ട് എന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ 7. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കിട്ടാവുന്ന അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പേത്? സെക്ഷൻ 8. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കിട്ടാവുന്ന അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ 8. വാസഗൃഹത്തിലോ മറ്റോ വെച്ച് നടത്തുന്ന മോഷണത്തെപ്പറ്റി പറയുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 380. വാസഗൃഹത്തിലോ മറ്റോ വെച്ച് നടത്തുന്ന മോഷണത്തെപ്പറ്റി പറയുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 380. ഇന്ത്യൻ ശിക്ഷാ നിയമം 380 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിനുള്ള തടവ് ശിക്ഷ എത്രയാണ്? 7 വർഷം നീളാവുന്ന തടവ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 380 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിലുള്ള തടവ് ശിക്ഷ എത്രയാണ്? 7 വർഷം നീളാവുന്ന തടവ്. ഒരാളെ ഭയപ്പെടുത്തി അയാളുടെ കൈവശമുള്ള വസ്തു അപഹരിക്കുന്നത് കുറ്റമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് IPCയിലെ ഏത് വകുപ്പിലാണ്? സെക്ഷൻ 383. ഒരാളെ ഭയപ്പെടുത്തി അയാളുടെ കൈവശമുള്ള വസ്തു അപഹരിക്കുന്നത് കുറ്റമാണെന്ന് പറഞ്ഞിരിക്കുന്നത് IPCയിലെ ഏത് വകുപ്പിലാണ്? സെക്ഷൻ 383. IPC വകുപ്പ് 383 പ്രകാരമുള്ള കുറ്റത്തിനുള്ള ശിക്ഷ എത്രയാണ്? 3 വർഷം വരെ നീളാവുന്ന തടവ്, അല്ലെങ്കിൽ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടി. IPC വകുപ്പ് 383 പ്രകാരമുള്ള കുറ്റത്തിലുള്ള ശിക്ഷ 3 വർഷം വരെ നീളാവുന്ന തടവ്, അല്ലെങ്കിൽ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടി. കൂട്ടായ്മ കവർച്ചയെപ്പറ്റി പ്രതിപാദിക്കുന്നത് IPCയിലെ ഏത് വകുപ്പിലാണ്? സെക്ഷൻ 391. കൂട്ടായ്മ കവർച്ചയെപ്പറ്റി പ്രതിപാദിക്കുന്നത് IPCയിലെ ഏത് വകുപ്പിലാണ്? സെക്ഷൻ 391. IPC വകുപ്പ് 391 പ്രകാരം എത്ര പേർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാലാണ് അത് കൂട്ടായ്മയിലുള്ള കവർച്ചയാകുന്നത്? 5 പേർ. IPC വകുപ്പ് 391 പ്രകാരം എത്ര പേർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാലാണ് അത് കൂട്ടായ്മയിലുള്ള കവർച്ചയാകുന്നത്? 5 പേർ. IPC വകുപ്പ് 390 ഏതു തരം കുറ്റകൃത്യത്തെ കുറിച്ച് പറയുന്നു? കവർച്ച. IPC വകുപ്പ് 390 ഏതു തരം കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുന്നു? കവർച്ച. കവർച്ചയ്ക്കുള്ള ശിക്ഷയെപ്പറ്റി പറയുന്ന IPC വകുപ്പ് 392. കവർച്ചയ്ക്കുള്ള ശിക്ഷയെപ്പറ്റി പറയുന്ന IPC വകുപ്പ് 392.